നമ്മുടെ ചിന്തയ്ക്കായിട്ട് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് ചില വചനങ്ങൾ ഞാനിവിടെ വായിക്കുകയാണ്. മൊത്തത്തിൽ വായിക്കേണ്ടുന്നത് ദാനിയേൽ 9 അധ്യായത്തിൻ്റെ 1 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങളാണ്. പക്ഷേ അത് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും വായിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്ന ഒരു വേദഭാഗമാണ്. അത് നമുക്ക് അനുഗ്രഹമായി തീരും. For our meditation this morning, let's turn to Daniel chapter 9. I urge you to read that chapter all by yourself completely. I will read portions of it now. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ആദ്യം വായിക്കുന്നു. I read verses 1 to 3 right now. കൽദിയ രാജ്യത്തിന് രാജാവായി തീർന്നവനും മേദ്യ സന്തതിയിലുള്ള അഗശ്വേഷിൻ്റെ മകനുമായ ദാര്യാവേശിൻ്റെ 1-ാം ആണ്ടിൽ, അവൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരുശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യെരമ്യാ പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിലിരുന്നു കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. ഇനി അതിൻ്റെ 20-21 വാക്യങ്ങൾ കൂടെ വായിക്കുന്നു. Verse 20 and 21. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും എൻ്റെ പാവവും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ പാവവും ഏറ്റുപറയുകയും എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിനു വേണ്ടി എൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷ കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ എൻ്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയെങ്കിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ ഞാൻ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിൻ്റെ നേരത്ത് എന്നോട് അടുത്ത് വന്നു. ദാനിയേലിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ചാണ് നാം ഇവിടെ ചിന്തിക്കാൻ പോകുന്നത്. What we're going to think about is the prayer, intercessory prayer of Daniel. ബൈബിളിൽ പല മധ്യസ്ഥ പ്രാർത്ഥനകളും നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. We can read in the Bible different prayers of intercession. ആദ്യത്തെ മധ്യസ്ഥ പ്രാർത്ഥന ഏബ്രഹാമിൻ്റേതായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. We can maybe say that the first prayer of intercession was of Abraham. സോദോം ഗോമോരയ്ക്ക് വേണ്ടി ദൈവത്തോട് അബ്രഹാം പക്ഷപാതം ചെയ്യുകയാണ്. Abraham is interceding for Sodom and Gomorrah. അങ്ങനെ മധ്യസ്ഥത അണച്ചിട്ടും സോദോം ഗോമോറ ന്യായവിധിക്ക് ഇരയായി എന്ന് നാം വായിക്കുന്നു. Even though Abraham interceded for Sodom and Gomorrah, we know that Sodom and Gomorrah was still under judgment. എന്ന് വിചാരിച്ച് ഏബ്രഹാം മധ്യസ്ഥത അണയ്ക്കണ്ട എന്ന് വിചാരിച്ചില്ല. But just because of that, Abraham did not decide not to intercede. എന്ത് സംഭവിച്ചാലും ദൈവത്തിൻ്റെ മറുപടി യേസായിരുന്നാലും നോ ആയിരുന്നാലും മധ്യസ്ഥത ചെയ്യാം എന്ന് അബ്രഹാം തീരുമാനിക്കുന്നു. Whatever the answer may be of God, whether that be yes or no, Abraham decided to intercede. പിന്നീട് പ്രധാനപ്പെട്ടതായ വേറൊരു മധ്യസ്ഥൻ മോശയാണ്. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ജനത്തിനു വേണ്ടി മധ്യസ്ഥത അണയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. The next example of intercession is one that Moses does when he comes down from the mountain to intercede for the people. ദൈവം തീരുമാനിച്ചതുപോലെ ഇസ്രായേലിനെ പൂർണ്ണമായി നശിപ്പിച്ചില്ല എന്ന് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഒരുപറ്റം ആൾക്കാർ അന്ന് കൊല്ലപ്പെടുന്നത് നമുക്ക് കാണാം. As God had decided for all of Israel to be destroyed, we see that not happening, but a few being killed. മോശ മധ്യസ്ഥത അണച്ചതിൻ്റെ ഫലമായി ഇസ്രായേലിനെ ദൈവം അവിടെ സ്പെയർ ചെയ്യുന്നത് കാണാം. As a result of Moses' intercession, we see God sparing part of Israel. പിന്നീട് പ്രധാനപ്പെട്ട ഒരു മധ്യസ്ഥൻ ശമൂവേൽ പ്രവാചകനാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പാപം ചെയ്യുന്നു എന്നാണ്. The next example is Samuel the prophet, who intercedes for Israel, and he says, if I don't intercede for Israel, then I am committing a sin. ആ പ്രാർത്ഥനാ രൂപം, ആ ഫ്രെയിം നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും
ശാമുവേൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടി മധ്യസ്ഥ ചെയ്തുവെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. Though we do not have a frame of his prayer, we do understand that he prayed and interceded for Israel. മറ്റ് പ്രധാനപ്പെട്ടതായ രണ്ടുപേർ പ്രവാസത്തിലേക്ക് കടന്നുപോയതായ എസ്രയും നെഹമ്യാവുമാണ്. The next examples are those of Ezra and Nehemiah. അവരും തൻ്റെ അവരുടെ സ്വന്തം ജനമായ ഇസ്രായേലിന് വേണ്ടി മീഡിയേറ്റ് ചെയ്യുന്നുണ്ട്, മധ്യസ്ഥത അണയ്ക്കുന്നുണ്ട്, പക്ഷപാതം ചെയ്യുന്നുണ്ട്. Even we see Ezra and Nehemiah mediating, interceding for Israel. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു ഈ ലോകത്തിന് വേണ്ടി, ശിഷ്യന്മാർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് കാണാം. ആ അധ്യായം മുഴുവൻ യേശുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. We see in John chapter 17 the intercessory prayer of Jesus where he intercedes for his disciples and the world. ഇവിടെ ദാനിയേൽ വളരെ ചെറുതും വളരെ വലുതുമായിട്ടുള്ളൊരു പ്രാർത്ഥന, ഒരു മീഡിയം പ്രാർത്ഥന, സൈസിലുള്ളതായ പ്രാർത്ഥനയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രാർത്ഥന വേദ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മധ്യസ്ഥതയ്ക്ക് വേണ്ടിയുള്ള ഒരു മോഡൽ പ്രെയറായിട്ടാണ് അവരെ കാണുന്നത്. We see Daniel's prayer here not being too long or too short, but about a medium length prayer, and it is considered among Bible students a prayer of intercessory, a model of intercessory prayer. ഈ പ്രാർത്ഥന മാത്രം നമ്മൾ എടുത്താൽ 9-4 മുതൽ 19 വരെയുള്ള 16 വാക്യങ്ങളിൽ ആ മധ്യസ്ഥ പ്രാർത്ഥന ഒതുങ്ങിയിരിക്കുകയാണ്. We see Daniel's prayer contained in verses 4 through 19. ആരാണ് ഈ പ്രാർത്ഥന, ഈ മധ്യസ്ഥ പ്രാർത്ഥന അണിക്കുന്ന? ദാനിയേൽ എന്നുള്ള ഒരു പൊതുചിത്രം, ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. Who is uttering this prayer? Only if we have a good picture of who is behind this prayer will we understand what is being said. മതപരമായി നാം ദാനിയേലിനെ നോക്കുമ്പോൾ റിലീജിയസ്ലി അദ്ദേഹം ഒരു പ്യൂർ ജൂ ആയിരുന്നു, ഒരു തനി യഹൂദനായിരുന്നു, ശുദ്ധ ഇസ്രായേലിനായിരുന്നു. When we look at Daniel from a religious standpoint, we see that he was a pure Jew. വിശ്വാസപരമായി നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം ഒരു ഹീറോ ആയിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. In terms of his belief, we can say that he was a hero. എബ്രായ ലേഖനത്തിലെ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേര് വരുന്നില്ലെങ്കിലും അദ്ദേഹം അവരിൽ നിന്ന് ഒട്ടും ചെറുതായ ഒരു വ്യക്തിയായിരുന്നു. Though he is not mentioned in the list of the heroes of faith, he is no less of a man than them. അദ്ദേഹത്തിൻ്റെ പ്രായോഗിക ജീവിതം നാം നോക്കിയാൽ അത്രയും പ്രായോഗിക ജീവിതത്തിൽ വിജയം വരിച്ച ഒരു ഭക്തൻ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ നമുക്ക് കാണാൻ സാധിക്കും. If we look at his life, practically speaking, we do not see a more similar example of a man where he exemplifies in faith and service to God. അദ്ദേഹം പാപരഹിതനായിരുന്നു എന്ന് പറയാനല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. I'm not desiring to say that he was a sinless man. നമ്മെപ്പോലെ ഒരു സാധാരണക്കാരനായിരുന്നു. He was a normal, ordinary person like us. എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ തൻ്റെ ജീവചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചു നോക്കിയാൽ ഒരു ചെറിയ സ്പോട്ട് പോലും ഒരു മിസ്റ്റേക്കായിട്ട് അദ്ദേഹത്തിനെതിരെ ചൂണ്ടിക്കാണിക്കുന്നു. But if we look at his practical life and if we read about it, we cannot even point out a little spot or a blemish about him or his life. വളരെ പെർഫെക്ഷൻ എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ആ പെർഫെക്ഷനോട് അടുത്ത് പ്രായോഗിക ജീവിതത്തിൽ വിജയിച്ച ഒരു കഥാപാത്രമാണ് ഈ ദാനിയേൽ. I'm not suggesting that he was perfect, but he was very close to perfect, and such a character was Daniel. ഇനിയും നാം പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ വിദേശ രാജ്യത്തേക്ക് പ്രവാസിയായി ഒരു ക്യാപ്റ്റീവായി കടന്നുപോയ വ്യക്തിയാണ് ഈ ദാനിയേൽ. If you look at it in terms politically, you will see that he was taken as a captive to a foreign land. ഒരു യഹൂദന് അന്യരാജ്യത്ത് ഉയരാവുന്നതിൻ്റെ മാക്സിമം പൊളിറ്റിക്കലി ഉയർത്തപ്പെട്ടതായ ഒരു വ്യക്തിയാണ് ഈ ദാനിയേൽ. We know that Daniel is one who was able to rise up to great heights as a Jew in a foreign land.
ഒരു രാജ്യത്തിൻ്റെ രണ്ടാമനായി ഭരണസാരഥ്യം വഹിക്കുക എന്ന് പറയുന്നത് ചെറുതായ ഒരു കാര്യമല്ല. To hold the second place in command of a nation is not a small thing. അപ്പോൾ പൊസിഷണലി അദ്ദേഹം ടോപ്പിലായിരുന്നു. So positionally he was at the top. പ്രായോഗിക ജീവിതത്തിൽ അദ്ദേഹം ഏറ്റവും ടോപ്പിലായിരുന്നു. Practically speaking, he was at the very top. ഒരു യഹൂദന്റെ തനിമ നിലനിർത്തുന്നതായ കാര്യത്തിൽ, പ്യുവർ ജൂ ആയിരിക്കുന്ന കാര്യത്തിൽ താൻ ഏറ്റവും ടോപ്പായിരുന്നു. To maintain the purity of a Jew, he was at the very top. അദ്ദേഹത്തിൻ്റെ പ്രായം നമുക്ക് നോക്കാം. ഈ സമയത്ത് അദ്ദേഹം ഏതാണ്ട് 70 വർഷത്തോളം ബാബിലോണിൽ മാത്രം ജീവിച്ചിട്ടുണ്ട്. We look at his age now, we will understand that just in Babylon alone he spent 70 years. ഒരു 15-ാമത്തെ വയസ്സിലായിരിക്കാം, അല്ലെങ്കിൽ അതിനടുത്ത വയസ്സിലായിരിക്കാം ഈ ദാനിയേൽ ബാബിലോണിലേക്ക് വന്നത്, കൊണ്ടുവരപ്പെട്ടത് എന്ന് ചിന്തിക്കുന്നു. We can think that maybe Daniel was brought to Babylon at around age 15. അങ്ങനെയാണെങ്കിൽ 70-ഉം 15-ഉം 85 വയസ്സ് മിനിമം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും എന്ന് കണക്കാക്കപ്പെടുകയാണ്. So if that is the case, we can fairly assume that 70 plus 15, he's around 85 years old. താൻ 80 പാസ് ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. What I'm simply suggesting is that he is past his 80s. ഇപ്പോൾ തനിക്ക് ലഭിച്ചിരിക്കുന്നതായ ഈ സമയം 80s ജീവിക്കുമ്പോൾ അത് ബോണസായിട്ട് തനിക്ക് ലഭിച്ചതാണ്. These years in his 80s are years that have been given to him as a bonus. 70 ഏറെയായാൽ 80 മനുഷ്യന്റെ ആയുസ്. അദ്ദേഹം 80 പാസ് ചെയ്തിരിക്കുന്നു. ഈ ബോണസ് കാലമാണ് ഇപ്പോൾ അദ്ദേഹം ജീവിക്കുന്നത്. The lifespan of a person according to word is 70 or 80. And here we see Daniel in his 80s living in his bonus years. അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അദ്ദേഹം ഒരു റോയൽ ഫാമിലിയിൽ ജനിച്ചു വളർത്തപ്പെട്ടതായ വ്യക്തിയാണ്. If you look at his family background, we will notice that he was born and raised in a royal background. ആ നിലയിലും അദ്ദേഹം ഉയർന്ന നിലവാരത്തിൽ കഴിയുന്ന, even in that realm he was in a higher level. നമ്മളുടെ ഏജിന്റെ കാര്യം നോക്കിയാലും നമ്മളെക്കാളൊക്കെ ടോപ്പിൽ ആയിരുന്നു അദ്ദേഹം. 80കളിൽ ജീവിക്കുന്ന. Considering our age, he was much more older than us. വേറൊരു കാര്യം കൂടെ ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹം 10 കൽപ്പനകൾ ഈ അന്യദേശത്തും പാലിച്ച ഒരു വ്യക്തിയാണ്. If we look at another aspect of his life, we will notice that he maintained and kept the 10 commandments even in a different land. ദശനിയമത്തിലെ ആദ്യ നിയമം ലംഘിക്കാൻ നിർബന്ധിക്കപ്പെട്ടതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയും താൻ പിടിച്ചു നിന്നു, സിംഹത്തിൻ്റെ കുഴിയിലേക്ക് അയക്കപ്പെട്ടു. എന്നിട്ടും താൻ തള്ളിപ്പറഞ്ഞില്ല. അത്ര സ്ട്രിക്റ്റ് ആയിട്ട് ദശനിയമങ്ങൾ പാലിച്ച വ്യക്തിയാണ് ദാനിയേൽ. There was a point in his life where he could have easily violated the first commandment, but he did not choose to do that. Instead, maintained his allegiance to the 10 commandments, and as a result was sent to the lion's den. രാജകീയ ഭോജനം മേശമേൽ വളരെ വിഭവസമൃദ്ധമായി ഒരുക്കി ചൂടോടെ തന്നെ മുമ്പിൽ വെക്കുമ്പോൾ ഡയറ്ററി ലോ പാലിക്കണം എന്നുള്ള യഹൂദൻ്റെ നിയമം അനുസരിച്ച് ഒരു യഹൂദൻ എന്നുള്ളതായ നിലയിൽ അവിടെ താൻ അതിനോട് നോ പറയുന്ന, ശക്തമായൊരു നോ പറയുന്നത് നമുക്ക് 1-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. What we see also is that when good royal hot food was served to him on his table, we see him not violating the dietary laws of Jews, and we see him maintaining that in chapter 1 of Daniel. ഒരു സാധാരണ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ പ്രവാസ ജീവിതത്തിലേക്ക് അടിമയായി കൊണ്ടുവരപ്പെട്ടപ്പോഴും ഇങ്ങനെ കൊട്ടാരത്തിൽ എനിക്ക് മേശ ദൈവം ഒരുക്കി എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്ത് കഴിക്കാവുന്ന ഒരു സാഹചര്യത്തിലും അങ്ങനെ സ്തോത്രം ചെയ്ത് കഴിക്കാതെ അതിനോട് നോ പറഞ്ഞ് ലോ എന്താണ് പറയുന്നത് എന്ന് നോക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ദാനിയേൽ നമുക്ക് കാണാം. Even though he could have easily taken part of such royal good food, we see him maintaining those laws even in a foreign land as a captive. ഇനി തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥന പതിവ് ഉണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നു. If we look at his prayer life, we see that he had a particular habit of prayer. ഇത് മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു ഒരു ഭാഷ, ഒരു ശരീരത്തിൻ്റെ ഒരു പൊസിഷൻ തനിക്ക് പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നു എന്നും
നാം ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നു. We also read from the book of Daniel that he had a particular posture or a position that he used in prayer. ഇവിടെ ഞാനത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ വാർദ്ധക്യത്തിൽ എത്തിയതിനു ശേഷവും ആ പ്രാക്ടീസ് താൻ ചെയ്യുന്ന കാര്യത്തിൽ ഫെയിലായിട്ടില്ല, ബ്രേക്ക് ആകാതെ ഒരിക്കൽ പോലും തെറ്റിക്കാതെ ആ പ്രാർത്ഥനയുടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു യഹൂദൻ എന്നുള്ളതായ നിലയിൽ 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. Even though he is up in his years, he still did not break his habit of prayer as a Jew, where he would stand on his knees 3 times a day in prayer. ഇതുപോലൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി തത്സമയം ഈ 80കളിൽ ജീവിക്കുന്ന വയോവൃദ്ധനായിരിക്കുന്ന ദാനിയേൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. Even if Daniel in his 80s, in his old age, does not do as he does with his prayers 3 times a day, there wouldn't necessarily be any problem. തൻ്റെ യോഗ്യതയ്ക്ക് അതുമൂലം അങ്ങനെ ചെയ്യാതിരുന്നത് മൂലം ഒരു കുറവ് സംഭവിക്കുമായിരുന്നു. There is possibly no hurt to his reputation or his status if he doesn't engage in that. ഇവിടെ ഇത്രയധികം എല്ലാ സദ്ഗുണങ്ങളും ഒത്തുചേർന്ന് മീറ്റ് ചെയ്യപ്പെട്ടതായ ഒരു പേഴ്സണാലിറ്റിയെ നിങ്ങൾക്ക് ബൈബിൾ കഥാപാത്രങ്ങളുടെ കൂട്ടത്തിൽ കണ്ടെത്താൻ സാധിക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. Let me ask you a question. Is it possible to find a character who with all of these good qualities in the different realms of life as we see in Daniel? ഞാൻ ദാനിയേലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ എത്രയോ ഒരു ചെറിയ മനുഷ്യനാണ്. എൻ്റെ ആധ്യാത്മിക ജീവിതവും അദ്ദേഹത്തിൻ്റെതും തമ്മിൽ എത്രയോ വ്യത്യാസമുണ്ട് എന്നുള്ള ഒരു കുറ്റബോധം എൻ്റെ മനസ്സിൽ തോന്നി. When I compare myself to Daniel, I realize how much smaller of a person I am, and I feel struck in my conscience. അപ്പോൾ ആദ്യമായി ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യം ഞാൻ ഇവിടെ സൂചിപ്പിച്ചു. അതിതാണ്, വൈ ദാനിയേൽ? എന്തുകൊണ്ട് ദാനിയേൽ ഈ പ്രാർത്ഥിക്കണം? The first question is, why is Daniel praying this prayer? ഇവിടെ തൻ്റെ ഒരു റിട്ടയർമെൻ്റ് കാലയളവാണ് ഇത്, നമുക്കറിയാം. We know that this particular time can be considered his retirement time. ഓൾമോസ്റ്റ് തൻ്റെ ആയുസ് തീരാറായിരിക്കുകയാണ്. His time on earth has come to an end almost. ഇനി അദ്ദേഹത്തിന് ലോകത്തിലൊന്നും വെട്ടിപ്പിടിക്കാനായിട്ടില്ല. There is nothing really that he needs to gain or aspire for. ഒരുപക്ഷെങ്കിൽ ഈ പ്രാർത്ഥന, ഈ മധ്യസ്ഥ പ്രാർത്ഥന അടച്ചതിന് ശേഷം ചില മാസങ്ങളോ ചില ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ ചുരുക്കം വർഷങ്ങളോ മാത്രമായിരിക്കും അദ്ദേഹം ജീവിച്ചിരിക്കുക. Maybe once he has uttered this particular prayer, there may be just a few days, weeks, months, maybe a few years left for him. അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം നോക്കിയാലും ഇത് ഇഗ്നോർ ചെയ്യാവുന്ന, താൻ ഇത് ചെയ്തില്ലെങ്കിൽ തന്നെ കുറ്റപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും. If we look at his particular state in life at this point where he's up in age, nobody would blame him if he did not engage in certain things. ദാനിയേലിന്റെ സാഹചര്യത്തിൽ ഞാനായിരുന്നെങ്കിൽ, നാം ഓരോരുത്തരുമായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെയും എന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായി. If we were in Daniel's position, what would we have done? ഞാൻ വിശ്രമജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. റിട്ടയർമെൻറ്റ് ലൈഫാണ്. ഇനിയും ജീവിതത്തിൻ്റെ സായാഹ്നമാണ്. ഏത് നിമിഷവും ലോകത്തോട് യാത്ര പറയാം, എക്സിറ്റ് ചെയ്യാം. അതുകൊണ്ട് പുറകോട്ട് നോക്കി ദൈവം നടത്തിയ എല്ലാ വഴികളെയും ഓർത്ത് 85 വർഷം ഇങ്ങനെ സുഖകരമായിട്ടുള്ളൊരു ജീവിതം നയിച്ച ദൈവത്തിന് കുറേ ആയിരം സ്തോത്രങ്ങളൊക്കെ അർപ്പിച്ചിട്ട് നിസ്സംഗതനായി ഇനിയും സമാധാനത്തോടെ പോകാമെന്നുള്ള ആശയോടെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ ചെലവഴിക്കുമായിരുന്നു. We possibly may, at this particular time, past our 80s, maybe spending our time in retirement, thinking, reflecting what we have done, and just waiting for us to depart this earth. എനിക്ക് ദൈവം സഹായിച്ച്, ദൈവം കൃപ ചെയ്ത് വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള, സക്സസ്ഫുൾ ആയിട്ടുള്ള, വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളതായ ഒരു ഹൈ പൊസിഷനിൽ ഇരിക്കാനും ജീവിക്കാനും ഇത്രയും സ്പോട്ട്ലെസ് ആയിട്ടുള്ള ഒരു ജീവിതം ഈ രാജ്യത്ത് ചെയ്യാനും സാധിച്ചതിൽ വളരെ നന്ദി ദൈവത്തോട് അർപ്പിച്ച് മരണത്തിന് വേണ്ടി കാത്തിരിക്കും. ഇനി മരിച്ചാൽ നല്ലൊരു അടക്കവും കിട്ടുമല്ലോ എന്നൊരു ആശ്വാസമായിരിക്കും ഉണ്ടാകുക. Could possibly think that I have the best position in this foreign land and have gained everything that I've wanted to, and I'm just waiting
to depart this earth as I'm up in this age and just waiting potentially for a good burial. അപ്പോൾ നല്ലൊരു മരണത്തിന് വേണ്ടി എല്ലാവരും പറയുന്ന ഇതുപോലെ എന്തോ ഒരു നല്ല മരണമായിരുന്നു എന്ന് പറയുന്നത് പോലെ നല്ലൊരു മരണത്തിന് വേണ്ടി ആഗ്രഹിച്ച് നല്ലൊരു അടക്കത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഇങ്ങനെ ശാന്തമായി റിട്ടയർമെൻറ്റ് നടത്താവുന്ന ഈ വയസ്സിൽ എന്തിനാണ് ഇപ്പോൾ മുട്ടുമേനിക്കുന്നത്? This particular old man who could have easily spent his time in retirement just reflecting and waiting for his death, why is he praying this prayer? ഇത് വലിയൊരു ക്വസ്റ്റ്യനാണ്. This is a big question. അദ്ദേഹത്തിന് എന്തുകൊണ്ടും ചെയ്യേണ്ടാത്ത ഒരു കാര്യം താൻ ഇവിടെ ചെയ്യാനായി സ്വയം നിർബന്ധിതനായിട്ടില്ല. The very thing that he doesn't necessarily have to do, he is being compelled to do. എന്താണ് താൻ ഇവിടെ ചെയ്യുന്നത്? What is he doing here? അത് എസക്കിയേലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം ഇടുവിൽ നിൽക്കുകയാണ്. സ്റ്റാൻഡ് ഇൻ ദ ഗ്യാപ്പ്. If we borrow the term of Ezekiel, Daniel is essentially standing in the gap. നിങ്ങൾ ബൈബിൾ വായിച്ചു വരുമ്പോൾ സങ്കീർത്തനങ്ങളിലും എസക്കിയേലിൻ്റെ പുസ്തകങ്ങളിലുമായി 3 പ്രാവശ്യം ഗ്യാപ്പിൽ നിൽക്കുന്നതിനെ, പിളർപ്പിൽ നിൽക്കുന്നതിനെ കുറിച്ച്, ഇടുവിൽ നിൽക്കുന്നതിനെ കുറിച്ച് നമുക്ക് വായിപ്പാനായി. If we read the Psalms and Ezekiel, we'll see 3 usage of the phrase standing in the gap. സങ്കീർത്തനങ്ങൾ 106:23 എസക്കിയേൽ 13:5 എസക്കിയേൽ 22:39 ഈ വാക്യം ഈ വേദഭാഗങ്ങൾ നമുക്ക് കാണാനായി സാധിക്കും. We see those phrases in Psalm 106:23, Ezekiel 13:5 and Ezekiel 22:30. സങ്കീർത്തനങ്ങളിൽ പറയുന്നത് മോശ പിളർപ്പിൽ നിന്നു എന്നാണ്. In the Psalms it says that Moses stood in the gap. എസക്കിയേൽ 13:5 യഹോവയുടെ നാളിൽ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിന് നിങ്ങൾ ഇടുവുകളിൽ കയറിയിട്ടില്ല, ഇസ്രായേൽ ഗൃഹത്തിന് വേണ്ടി മതിൽ കെട്ടിയിട്ടുമില്ല എന്നവരെ കുറ്റപ്പെടുത്തുന്നത് കാണാൻ. In Ezekiel chapter 13:5 we see that Ezekiel is potentially blaming them that on the Lord's day that they did not enter the crevices or stand in the gap. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനു മുമ്പിൽ മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടുവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ അവരുടെ ഇടയിൽ ഞാൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാനും എന്ന് ദൈവം ദീർഘശ്വാസം വിടുന്നത് എസക്കിയേൽ 22 അധ്യായത്തിൻ്റെ 30 നാമായി. In Ezekiel chapter 22 verse 30 we see God giving a sigh of breath, not being able to find a man to stand in the gap for the people. ദൈവം അവിടെ സങ്കടപ്പെടുന്ന ഒരു കാര്യം പറയുകയാണ്, ഞാൻ നോക്കി അന്വേഷിച്ചു, എനിക്ക് ഒരാൾ പോലും ഇടുവിൽ നിൽക്കാൻ കണ്ടെത്താൻ സാധിച്ചില്ല. Here we see God being grieved in his heart and not because of not being able to find someone to stand in the gap. പിളർപ്പിൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരു ഇഡിയമാണ്, ഒരു ശൈലിയാണ്, ഒരു പ്രയോഗമാണ്. To stand in the gap is an idiom. അന്ന് എല്ലാ സിറ്റികൾക്കും മതിലുകളുണ്ടായിരുന്നു. Every city at that time had a fort, a fence. മതിൽ കൊണ്ട് സിറ്റിയെ സുരക്ഷ ചെയ്തു. The cities were secured by borders. അതിനൊരു മെയിൻ ഗേറ്റ് ഉണ്ടായിരിക്കും. There was a main gate for that. അതിലൂടെയാണ് ആൾക്കാർ സഞ്ചരിക്കുക. It is through that gate that people travel. ചെറിയ ചെറിയ ഗേറ്റുകൾ വേറെ ഉണ്ടായിരിക്കും. There were other small gates. അതിലൂടെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ യാത്ര ചെയ്യാവുന്ന. Maybe in certain times there was travel also through those gates. ഇതുകൂടാതെ ബ്രീച്ചസ് എന്നറിയപ്പെടുന്ന ഗ്യാപ്പുകൾ ഈ മതിലുകളുണ്ടായിരുന്നു. Along with them there were certain breaches or gaps in these borders. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിലൂടെ ആർക്കും സഞ്ചരിക്കാനായിട്ട് സാധിക്കും. What's peculiar about them is that nobody can travel through those gaps. അതിന്റെ ലക്ഷ്യം അതല്ല. That is not the point of them. അതിലൂടെ ഒരു വരുത്തുപോക്കുമില്ല. അത് പിന്നെ എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? There is no travel through that, so then what is the purpose of it? ചെറിയൊരു വിള്ളലാണ്, വളരെ നാരോ ആയിട്ടുള്ളതായ ഒരു ബ്രീച്ചാണ്, ഒരു ഗ്യാപ്പാണ്. അത് ഈ മതിലുകളിൽ അവിടെ ഇവിടങ്ങളിലായിട്ടുണ്ട്. We see such small narrow breaches in different parts of this border securing the city. ഈ സെക്യൂരിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ കീ ആയിട്ടുള്ളതായ സ്ഥലമാണ് ഈ ബ്രീച്ചസ്. In terms of security, these breaches in the wall, in the borders,
are very key elements. വളരെ ക്രൂഷ്യലായിട്ടുള്ളതായ സ്ഥാനമാണ്. That is a very crucial part of the wall. അതുപോലെ വളരെ യുണീക്കായിട്ടുള്ളതായ ഒരു സ്ഥലമാണ്. That is a unique part of the wall. അതുപോലെ തന്നെ വളരെ റിസ്കി ആയിട്ടുള്ളതായ സ്ഥലവുമാണ്. At the same time, it's very risky also. ഈ സിറ്റിയെ ഏതെങ്കിലും ശത്രുസേന വളയുമ്പോൾ, at any point when an army is about to capture the city, മെയിൻ ഗേറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. the main gate will be closed. മറ്റ് ഗേറ്റുകളും ക്ലോസ്ഡ് ആയിരിക്കും. The other small gates will also be closed. അപ്പോൾ വാസ്തവത്തിൽ അതിനകത്തിരിക്കുന്ന ആൾക്കാർ സുരക്ഷിതരാണ്. So then people within that border or wall are safe. പിന്നെന്തിനാണ് ഈ ബ്രീച്ചസ്? Then why are these breaches there? നമുക്കറിയാം, മതിലിനകത്തിരുന്നു കൊണ്ട് ആ ചെറിയ വിടവിലൂടെ ദൂരേക്ക് നോക്കുവാനും ശത്രു സൈന്യത്തിന്റെ വരവ് മുന്നേറ്റം എത്രയായി എന്ന് മനസ്സിലാക്കാനും അവർക്ക് സാധിക്കും. Within the wall, within the border, through these breaches and gaps, they can see an army approaching, the status or how far they are, how near they are. അതുപോലെ അവർ അടുത്ത് വരുമ്പോൾ അകത്ത് നിന്ന് അവർക്ക് സുരക്ഷിതമായി നിന്നുകൊണ്ട് അവരെ ആക്രമിക്കാനായിട്ട് സാധിക്കും. Also, as they come closer, as the army comes closer, those within the border can safely come against them. അവിടെ ഇദ്ദേഹത്തിന് അവിടെ നിൽക്കുന്ന ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട്. The person that stands at the gap has two responsibilities. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ യോഗ്യതയെക്കുറിച്ച് ഇവിടെ പറയേണ്ടതായി. Before I speak about their responsibilities, let me speak about his requirements. അദ്ദേഹത്തിന് ഒന്നാമത് അതിനുള്ളതായ ധൈര്യം വേണം, courageous ആയിരിക്കണം, വളരെ ബോൾഡ് ആയിരിക്കണം. First, that person needs to be of courage. ബോൾഡ് അല്ലാത്ത ഒരാൾക്ക്, അവിടെ ധൈര്യം ഇല്ലാത്ത ഒരാൾക്ക് അതിന്റെ അയലത്ത് പോലും എത്തിച്ചേരാൻ സാധിക്കണം. So those that are not bold cannot even come close to that particular place. അപ്പോൾ വളരെ courageous ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഈ ബ്രീച്ചസിൽ വന്ന് നിൽക്കാൻ കഴിയൂ. Only someone who is very bold can stand in this particular breach. രണ്ടാമതായിട്ട് അദ്ദേഹത്തിന് ആരോഗ്യം വേണം, ഫിസിക്കലായിട്ടുള്ളതായ സ്ട്രോങ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ അവിടെ നിന്നുകൊണ്ട് തൻ്റെ ദൗത്യം നിർവഹിക്കാനായിട്ട്. Secondly, this particular person has to be physically strong and able in order to address what may come against. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് അദ്ദേഹം വളരെ വൈസും വളരെ സ്കിൽഡ് ആയിരിക്കണം, എങ്കിലേ ഈ വിദഗ്ധമായി ഈ സാഹചര്യത്തെ അദ്ദേഹത്തിന് നേരിടാൻ കഴിയും. Third, he must be very wise and intelligent, then only he can wisely deal with an attack. വളരെ റിസ്ക് ആയിട്ടുള്ളതായ ഈ പൊസിഷനിലേക്ക് വരാനായിട്ട് ആയിരങ്ങളിൽ പതിനായിരങ്ങൾ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. To come to this particular risky position, there was not even 1 in 10,000 that would be able to do that. വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ വൈസ് ആയിട്ടുള്ള, വളരെ സ്കിൽഡ് ആയിട്ടുള്ള, അതുപോലെ ശക്തനായ ഒരു ആൾക്ക് മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാനാവൂ. Only a person who is bold, skilled and physically strong is able to do a task like this. അദ്ദേഹത്തിന്റെ ലക്ഷ്യം, അദ്ദേഹത്തിന്റെ ദൗത്യ ലക്ഷ്യം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ രാജ്യത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്. രണ്ട്, അദ്ദേഹം സ്വയം രക്ഷിക്കണം. The responsibilities that this particular person has is to secure the nation, and second, to secure himself. So എല്ലാവർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണിത്. So it is something that not everyone can do. അതുകൊണ്ട് ബൈബിളിൽ നമ്മൾ വിരളിലെണ്ണ ആൾക്കാർ മാത്രമേ ഈ മധ്യസ്ഥ പ്രാർത്ഥന അണയ്ക്കുന്നതായി നമ്മൾ വായിക്കണം. So in the Bible we only see a handful of people that spend time in intercessory prayer. ദൈവം ഈ പ്രയോഗത്തെ കടമെടുത്തുകൊണ്ട് എസെക്കിയേൽ വഴി പറയുകയാണ്, ഞാൻ നോക്കി ജനത്തിന് മധ്യസ്ഥത അണയ്ക്കാൻ വേണ്ടി ഞാൻ ഒരാളെയെങ്കിലും ശക്തനായി, സ്കിൽഡായിട്ടുള്ള, വൈസായിട്ടുള്ളതായ, കറേജിയസ് ആയിട്ടുള്ള, ആത്മീയ നിലവാരമുള്ള, ആത്മീയ ക്വാളിറ്റി ഉള്ളതായ ഒരു മനുഷ്യനെ അന്വേഷിച്ചു, പക്ഷേ ഒരാളെപ്പോലും കണ്ടില്ല എന്ന് പറഞ്ഞു. And so here God borrows that term, standing in the gap, and says, I have not even found one person capable to stand in the gap. ഇതല്ലാതെ മറ്റ് ജോലികളൊക്കെ ചെയ്യാൻ ധാരാളം ആൾക്കാരെ ലഭിക്കും. There are several people who can do so many other tasks. പ്രസംഗിക്കാനും പാടാനും സാധാരണ പ്രാർത്ഥനയൊക്കെ കണ്ടക്ട് ചെയ്യാനും ഫാസ്റ്റിംഗ് പ്രയർ നടത്താനും ഒക്കെ ആളിനെ ലഭിച്ചു. We can get people to preach, to sing and to lead fasting prayers and such things. അതുപോലെ ക്രൂസൈഡുകൾ നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചു. We'll get people to lead crusades also. അതൊക്കെ നമുക്ക്
വളരെ ഈസിയായി ചെയ്യാവുന്ന ചടങ്ങുകളാണ്. Those are some of the easier things to do. എന്നാൽ ഇവിടെ ഈ പറയുന്നതായ കാര്യം വളരെ റിസ്കി ആയിട്ടുള്ളതായ കാര്യമാണ്, വളരെ ഉത്തരവാദിത്തപ്പെട്ടതായ കാര്യമാണ്, വളരെ ബോൾഡായിട്ട് ചെയ്യേണ്ടതായ കാര്യമാണ്. ശക്തനായ, ആത്മീയമായി ശക്തനായ ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാനായിട്ട്. But what is being mentioned here in terms of standing in the gap is something that's risky that only certain people can do. നാം നോക്കുക, അബ്രഹാം മധ്യസ്ഥത ചെയ്തു, മോശ മധ്യസ്ഥത ചെയ്തു, അതുപോലെ എസ്ര, നെഹമ്യാവ്, ശാമുവേൽ, യേശുക്രിസ്തു, ഇവരൊക്കെ മധ്യസ്ഥത ചെയ്തു. അവർ എക്സ്ട്രാ ഓർഡിനറി ലീഡേഴ്സ് ആയിരുന്നു എന്ന് നമുക്ക് കാണാം. We see examples of Abraham, Moses, Ezra, Nehemiah, Samuel and Jesus interceding. They were extraordinary people. അപ്പോൾ ദൈവം ഇന്ന് വാസ്തവത്തിൽ ഇത് സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്തായിരിക്കും ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്? If God is looking down into the world, what may he be looking at? നാം പഴയ നിയമത്തിൽ വായിക്കുന്ന ഒരു വചനപ്രകാരമാണ്. In the Old Testament we read of such a scripture. തങ്ങൾ ഏകാഗ്രഹിതന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കണ്ണ് ഭൂമിയിലെല്ലായിടവും കൂടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. Those that are steadfast in him, God's eyes are on those to and fro to prove them faithful. എന്തിനു വേണ്ടിയാണ് ദൈവം ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്? What is God looking for now? വാസ്തവത്തിൽ ഇന്ന് സ്വർഗത്തിലിരുന്നു കൊണ്ട് ദൈവം നോക്കുന്നത് ഈ ജനത്തിന് വേണ്ടി, ഈ 720 കോടി വരുന്ന ഈ ലോകത്തിന് വേണ്ടി മധ്യസ്ഥ ചെയ്യാനായിട്ട് ശക്തനായ, അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ ഉണ്ടോ എന്നാണ്. What God is looking for is if there is a person who's qualified to intercede, to stand in the gap for the world and for the situation. അതിന് ക്വാളിറ്റി ഉള്ളതായ ഒരു മനുഷ്യനെ അന്വേഷിക്കുകയാണ്. He's looking for a man who is qualified for that. തന്നെത്താൻ ബലവാനെന്ന് ദൈവം കാണിക്കാൻ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. God is desiring to show himself powerful, and he's desiring to show that. അതിനൊരാളിനെ എനിക്ക് വേണം. But he needs someone. ദൈവത്തിന് വേണ്ടത് മനുഷ്യനെയാണ്. What God needs is a man, is a person. ദൈവത്തിന് പണമല്ല ആവശ്യമായിരിക്കുന്നത്. God does not need money. ദൈവത്തിന് മനുഷ്യനെയാണ് ആവശ്യം. God needs man. ദൈവത്തിന്റെ മാധ്യമം എന്ന് പറയുന്നത് മനുഷ്യനാണ്. The medium of God is man. സമർപ്പിക്കപ്പെട്ടതായ ഒരു മനുഷ്യൻ. It is a surrendered man. ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ടതായ ഒരു മനുഷ്യൻ. It is a man who has dedicated himself. കോൺസെക്രേറ്റ് ചെയ്തതായ ഒരു മനുഷ്യൻ. It is a man who has consecrated himself. ഡിവോട്ട് ചെയ്തതായ ഒരു മനുഷ്യൻ. It is a man who has devoted himself. അതിനാണ് തങ്ങൾ ഏകാഗ്രഹിതന്മാരായിരിക്കുക എന്ന് പറയുന്നത്. That's why it says to be steadfast, to be dedicated, committed in him. നമ്മുടെ ശ്രദ്ധ മുഴുവനും ഫോക്കസ് ചെയ്യപ്പെടുകയാണ്. Our focus becomes very much specific. നമ്മൾ ഏറ്റവും ഡിസ്റ്റർബ് ആകപ്പെടുന്നത് നമ്മുടെ ശ്രദ്ധയിലാണ്. നമ്മുടെ ശ്രദ്ധ പലപ്പോഴും ഡിസ്റ്റർബ് ആകാറുണ്ട്. Our attention is often being distracted. അപ്പോൾ ഡിസ്റ്റർബ് ആകാതെ നമ്മുടെ ശ്രദ്ധ മുഴുവനും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിങ്കൽ ഏകാഗ്രചിത്തന്മാരായി തീരുക. What this is talking about is being focused on one thing alone, and that is in God, to be steadfast in him. അങ്ങനെ ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ മധ്യസ്ഥ പ്രാർത്ഥന അണയ്ക്കാനായിട്ട് സാധിക്കൂ. Only a person who is completely dedicated and steadfast in God can engage in intercession. അല്ലെങ്കിൽ നമുക്ക് ചെയിൻ പ്രയർ ഒക്കെ ചെയ്യാനായിട്ട് സാധിച്ചു വരും. Otherwise we can do chain prayers. അതിനൊന്നും ഇത്രയും വലിയ സമർപ്പണത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു വരിക. For that there isn't necessarily much commitment and dedication needed. അല്ലെങ്കിൽ എല്ലാവരും വിളിച്ചു കൂട്ടി ഒരു പ്രാർത്ഥന, ഒരു 2-3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ നടത്തി ഒടുവിൽ കടത്തിൽ അവശേഷിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ കടന്നു വരാറുണ്ട്. Or we can have large meetings where we hold large crusades and prayers at which oftentimes ending in adverse states. ഫാസ്റ്റിംഗ് പ്രയർ നടത്തിയതിനു ശേഷം കടത്തിൽ കലാശിക്കുക എന്ന് പറയുന്നത് വളരെ നിർഭാഗ്യകരമായ ഒരു സ്ഥിതിയാണ്. To end a fasting prayer in debt, that is a very disturbing situation. ഇവിടെ നമ്മളുടെ ഹൃദയം ദൈവത്തിങ്കൽ ഏകാഗ്രപ്പെടുവാനായി ഇന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. Here God is desiring and requesting of us to be steadfast and committed to him. യെരുശലേമിലെ ദൈവജനം ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു എന്ന് വായിക്കുന്നുണ്ട്. We read that the people of Jerusalem were focused in prayer. പത്രോസ് തടവിലായിരുന്ന സമയത്ത് അവര് ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ഏകാഗ്രപ്പെട്ട് ഫോക്കസ് ചെയ്ത് വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാതെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. We see that when Peter was imprisoned, we see the church, the people of God
focused in prayer for him. സഭയുടെ ശ്രദ്ധയോടുകൂടിയുള്ളതായ പ്രാർത്ഥനയാണ് ദൈവം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. What God is desiring now is a focused prayer from the church. സോ യേശു ക്രിസ്തു ഗെത്സെമനായി ചെന്നപ്പോൾ ശ്രദ്ധയോടുകൂടെ താൻ പ്രാർത്ഥിച്ചു എന്ന് വായിക്കുന്നു. When we see Jesus in the Garden of Gethsemane praying a very focused prayer. അവിടെ പ്രാർത്ഥനയുടെ വാക്കുകളല്ല, ശബ്ദമല്ല അവിടെ കേൾക്കാൻ കഴിയുന്നത്, ആത്മാവിൻ്റെ ഭാഷയാണ് ആ ഗെത്സെമനെ തോട്ടത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയും. What we hear there is not necessarily much sound or words, but the pangs of his heart. കരച്ചിലോടുകൂടെ നിലവിളിയോടുകൂടെ ദൈവസന്നിധിയിൽ വീണ് കടന്ന് ദൈവത്തോട് ഒരേ കാര്യം 3 പ്രാവശ്യം ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിനെ നമുക്ക് കാണാം. We see Jesus here crying out 3 times from the bottom of his heart. സോ പ്രാർത്ഥനയിൽ നമ്മളുടെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയുടെ ആവശ്യം ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ തെളിഞ്ഞു വരികയാണ്. But through intercessory prayer we begin to reveal the desire and the need of our heart. ആ ഏകാഗ്ര ഹൃദയത്തോടുകൂടെ ആ ഇടുവിലേക്ക് ചെല്ലുന്ന കാര്യമാണ് ഇവിടെ ദൈവം സംസാരിക്കുന്നത്. Through that dedicated and steadfast heart, it means to come to that position where there is a breach, to stand in the gap. അവിടെ അലസനായിട്ട് അവിടെ നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല, വളരെ അലർട്ടായിട്ട് മാത്രമേ ആ ഗ്യാപ്പിൽ നിൽക്കാനായിട്ട്. In that particular gap you cannot be distracted, you have to be alert and focused. അത് ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ശത്രു വരുന്നുണ്ടോ, ശത്രുവിനെ എങ്ങനെ തുരത്താൻ കഴിയും, തൻ്റെ രാജ്യത്തെ എങ്ങനെ രക്ഷിക്കാൻ കഴിയുമെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ഇടുവിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ നോക്കി എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് ദൈവം സങ്കടപ്പെടുകയാണ്. God is being saddened by the fact that he's not able to find a man to stand in the gap, to wait, to pray, to be steadfast in him, to come, to be prepared against attack. ദാനിയേലിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയെ സംബന്ധിച്ച് പല കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അടുത്ത ആഴ്ചയിൽ അത് വിശദമായിട്ട് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം. There are several things that we could say about the prayer of Daniel. We'll go over that next week. എന്നാൽ ഇതൊരു ഇൻട്രൊഡക്ഷനായി, ഒരു ആമുഖമായി മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു മോഡൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ മാതൃകയായി ഇതിനെ കാണുകയും എല്ലാവരും എല്ലാ ദിവസവും ഈ 9-ാം അധ്യായം 1 മുതൽ 21 വരെ വായിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. I request that every one of us read chapter 9 of Daniel 1 through 21, understanding that this is a model of intercessory prayer. അപ്പോൾ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ. Then we will understand what it means to intercede. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആത്മാവിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. Then we can do it in the spirit of intercession. ദൈവം ഇന്ന് ലോകത്തിൽ നോക്കിയിട്ട് ഞാൻ നോക്കുകയാണ് ഈ ഇടുവിൽ നിൽക്കാൻ, മധ്യസ്ഥത ചെയ്യാൻ, ഈ ജനത്തിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കാൻ ഒരാളിനെ ഞാൻ നോക്കുകയാണ്. God is looking around in the world today and looking for one person to stand in the gap and intercede for the world and people. വാസ്തവത്തിൽ എവിടെയാണ് പരാജയം സംഭവിച്ചിരിക്കുന്നത്? Think about where is the failure actually. ഞാൻ ലോകത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഒന്ന് ദൈവത്തെ അറിയാത്ത ഒരു ലോകവും ദൈവത്തെ അറിയുന്ന സഭയും. I like to divide the world into 2. One is the world that does not know God, and the second is the church that knows God. ആരാണ് പാപം ചെയ്തത് എന്ന് ഞാൻ ചോദിക്കുകയാണ്. Let me ask you, who committed the sin? ലോകമാണോ പാപം ചെയ്തിരിക്കുന്നത്, സഭയാണോ പാപം ചെയ്തിരിക്കുന്നത്? Is it the world or the church that committed the sin? ആ ക്വസ്റ്റ്യന് മുമ്പിൽ ആൻസർ കണ്ടെത്തുന്നത് നമ്മളാണ്. To find an answer to that question is us. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ആവശ്യത്തിലധികം സമയമാണ്. We have time for several possibly unnecessary things. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് അധികം പണമുണ്ട്. We have plenty of money for unnecessary things. ഉദാഹരണമായി സഭാ ഇലക്ഷന് വേണ്ടിയൊക്കെ ചെലവഴിക്കുന്ന എത്രയോ ലക്ഷം ഡോളറുകളാണ്. Think about the countless amounts of money that are being spent for church elections. ഈ ഇലക്ഷന് വേണ്ടി സമയം അതേ രാവും പകലുമെന്ന് വ്യത്യാസമില്ലാതെ എത്രയോ ഉറക്കളച്ച് വിശ്രമരഹിതരായിട്ട് ഓടി നടന്ന് അധ്വാനിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? Think about how much work and campaigning is going for the election of church officials. മനഃപൂർവ്വം ദൈവകൽപ്പന ലംഘിക്കാൻ വേണ്ടിയാണ് ഈ സമയവും ഈ പണവും എല്ലാം നമ്മൾ ചെലവഴിക്കുന്നത്. This time and this money is intentionally being put out to violate God's law. ഒരു ചെറിയ ഉദാഹരണം മാത്രം ഞാൻ എടുത്തു കാണിച്ചതാണ്. That was just a minor example.
നമ്മൾ ലോകത്തെ നമുക്ക് കുറ്റം പറയാനായിട്ട് വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. What I'm saying is, wait a minute before we blame the world. ലോകം മോശമായി എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. We cannot say that the world has deteriorated. ലോകം മോശമായിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയാണ്. Certainly, I admit that the world has gone in a negative situation. ലോകം മോശമായതിന് ഒരു കാരണമുണ്ട്. But there is a reason for the deterioration of the world. അത് നിങ്ങളും ഞാനുമാണ്. That is you and me. സഭയാണ്. That is the church. സഭ മോശമായതുകൊണ്ടാണ് ലോകം മോശമായത്. It is because the church is bad is why the world is bad. സഭ നന്നായെങ്കിൽ മാത്രമേ ലോകം നന്നാകുകയുള്ളൂ. Only if the church gets better will the world get better. അപ്പോൾ മധ്യസ്ഥത അണയ്ക്കേണ്ടത് നാം സഭയ്ക്ക് വേണ്ടിയാണ്. So what we need to intercede for is the church. സഭ നന്നായാൽ ലോകം നന്നാകാനായിട്ട് If the church gets better, the world gets better. സഭയാണ് ദൈവത്തിന്റെ വചനം ലംഘിച്ചിരിക്കുന്നത്. It is the church that has violated the law of God. ഇസ്രായേൽ ദൈവകൽപ്പന ലംഘിച്ച് ശിക്ഷ അനുഭവിക്കുമ്പോൾ ദാനിയേൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ നിന്നെ കേട്ടനുസരിച്ചില്ല, ഞങ്ങളോട് ക്ഷമിക്കണം. Here is Israel violating the law of God, and now Daniel intercedes as a result of that for the people of God. So ദൈവം ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്, ആരുണ്ട് എൻ്റെ ജനത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ ആരുണ്ട്? Today God asks us this question, who is there for me to stand in the gap and intercede? ആ ചോദ്യത്തിന് മുമ്പിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? In front of that question, what is our answer? ആ ചോദ്യം ഒരു ചലഞ്ചായി എൻ്റെയും മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. That particular question stands as a challenge in front of you and me. ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക്. It's a big question. അത് ഞാനാകട്ടെ എന്ന് നമുക്ക് പറയാം. Let that be me. Let us say that. ആരും അറിയാതെ വാതിലടച്ച് കൊട്ടി ഘോഷിക്കാതെ അനൗൺസ്മെന്റ് നടത്താതെ പ്രിന്റ് നോട്ടീസ് ഇറക്കാതെ ഞാൻ ദൈവസന്നിധിയിൽ ദാനിയേലിനെ പോലെ മധ്യസ്ഥതയെ അണയ്ക്കും. ആത്മാർത്ഥമായി എൻ്റെ ശ്രദ്ധ 100% ദൈവത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഭീകരമായ അന്തരീക്ഷത്തിൽ നിന്ന് വിടുതലുണ്ടാകേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുമെന്നുള്ള ആ നിശ്ചയത്തിലേക്ക്, നിർണയത്തിലേക്ക്, തീരുമാനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Let us come to the commitment, to the decision that without anyone knowing, I will close my doors and intercede and stand for the gap, for the church, for the world, and for the situation we're in. എല്ലാവരും ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. Let us close our eyes for a moment. അത് ഞാനാകുന്നു, ഞാൻ ഇടിവിൽ നിൽക്കാനായിട്ട് എന്നെ ഏൽപ്പിക്കുന്നുവെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray that, let that be me, Lord, and I stand in the gap and I decide to do that. നമുക്കതിൻ്റെ ഒരു ഫലം നിശ്ചയമായി, ഈ പ്രാർത്ഥനയുടെ ഫലം നമുക്ക് കാണാൻ കഴിയും. Certainly we can see the fruit of this prayer. ശാസ്ത്രത്തിന് ചെയ്യാൻ സാധിക്കാത്തത്, എത്തിക്കുത്തി നിന്ന് ചെയ്യാൻ സാധിക്കാത്തത്, സർവശക്തി ഉപയോഗിച്ച് ലോകം മുഴുവൻ ശ്രമിച്ചാൽ സാധിക്കാത്തത്, മുട്ടിന്മേൽ നിൽക്കുന്ന പാവപ്പെട്ട ഒരു വ്യക്തിക്ക്, ഒരു വിശ്വാസിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. What the great scientists and the great political leaders cannot do as a whole, the person on his knees can do a great thing. ധനത്തിന് സാധിക്കാത്തത്, പണത്തിന് സാധിക്കാത്തത്, ആൾശക്തിക്ക് സാധിക്കാത്തത്, സേനയ്ക്ക് സാധിക്കാത്തത്, മുട്ടിന്മേൽ നിൽക്കുന്ന പാവപ്പെട്ടതായ ഒരു ഭക്തന്, ഒരു ഭക്തയ്ക്ക് ചെയ്യാനായിട്ട് സാധിക്കും. What the money cannot do, what positions cannot do, what the world cannot do, a poor, a humble person on his knees can do. പ്രാർത്ഥനയിലൂടെ നമുക്ക് ആർക്കും ദൈവത്തെ മാറ്റാൻ സാധിക്കത്തില്ല. പ്രാർത്ഥനയിലൂടെ നമുക്ക് നമ്മെ മാറ്റാനായിട്ട് സാധിക്കും. Through prayer, none of us can change God, but with prayer we can change ourselves. So സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. So let us commit and pray. സ്വർഗ്ഗസ്ഥ പിതാവേ, Father God, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. we come to your presence. ദാനിയേൽ ഇടിവിൽ നിന്നതുപോലെ, As Daniel interceded, മോശ ഇടിവിൽ നിന്നതുപോലെ, as Moses interceded, ശമൂവേൽ ഇടിവിൽ നിന്നതുപോലെ, as Samuel stood in the gap, ഞങ്ങൾ സഭയ്ക്ക് വേണ്ടി, നിന്റെ ജനത്തിന് വേണ്ടി, ഞങ്ങളുടെ ലോക്കൽ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, സകല വിശുദ്ധന്മാർക്ക് വേണ്ടിയും ഞങ്ങൾ ഇടിവിൽ നിൽക്കാനായിട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു. Father, we commit ourselves to stand in the gap for the people of God, for the local church and the churches around the world. ദൈവമേ കരുണ കാണിക്കണേ. Father, show compassion. ദയ കാണിക്കണേ. Father, show your grace. ഞങ്ങളെ രക്ഷിക്കണമേ. Save us, Lord. ലോകത്തെ രക്ഷിക്കണമേ. Save the world. യേശുവിനെ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. In Jesus' name I pray. നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. Amen. Praise the Lord. Hallelujah.